മലപ്പുറം അരീക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സഹപാഠികളുടെ മർദ്ദനം. മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുബീനെയാണ് സഹപാഠികളും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിന് തൊട്ടുമുൻപുള്ള ഭീഷണി സന്ദേശവും പുറത്തു വന്നു. അതൊന്ന് കേൾക്കാം ആദ്യം. അല്ല അങ്കത്തിനെ കുറിച്ച് അതിനെ കുറി ആരെ മുബീന്റെ ഉമ്മാക്കാ. മുബീന്റെ ഇമ്മ ഞാൻ ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചു കയറുമ്പോ ഷാദിന്റെ നമ്പർ ഉണ്ടോ ചോദിച്ചാ. അപ്പൊ ഞാൻ പ്രിയനോട് ചോദിച്ചതാ. കൊടുക്കല്ലോ കൊടുക്കല്ലേ, ഇതാണ് കേസ്. എത്ര പ്രശ്നം ഇത് അടിച്ചോ? അടിക്കാൻ നല്ല പൂളോന്റെ കണ്ണൊക്കെ പോയി. നായി ഹോസ്പിറ്റലിലാന്നൊക്കെ പറയില്ലേ കാറ് ആകെ ചോട്ടേനെ. ഞാൻ വിളിച്ചോട്ടെ? വിളിക്കല്ല, അതുകൊണ്ട് പറയല്ലോ, ആരോടും പറയല്ലോ, അറിഞ്ഞിട്ടില്ല. ഓക്കെ ഉണ്ടല്ലോ. അരുൺ അമർനാഥ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, 3-4 മാസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള സംഘടനകൾ നിരന്തരം കേട്ടിരുന്നു. ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന സംഭവം, ഭീഷണി, മർദ്ദനം ആരുടെ ഭാഗത്തു നിന്നാണ്? പോലീസിൽ പരാതിയോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? പ്രജീഷ്, കേരളത്തെ നടുക്കിയ ഷഹബാസ് മോഡൽ സംഭവം പോലെയാണ് അരീക്കോടും സമാനമായ രീതിയിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. അതായത് അരീക്കോട് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുബീനാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഇന്നലെ സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് വരികയായിരുന്നു. സ്പോർട്സിലൊക്കെ മികവുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് മുബീൻ. അങ്ങനെ സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് സഹപാഠിയും സുഹൃത്തുക്കളും ചേർന്ന് ഇത്തരത്തിൽ കല്ലു ഉപയോഗിച്ചുൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്നത്. വീട്ടുകാർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ വഴി പോലീസ് പരാതി നൽകിയിരുന്നു. പോലീസ് മൊഴിയെടുക്കാൻ വൈകി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടുകാരെന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് സ്കൂളിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥികൾ തമ്മിൽ ഇത്തരമൊരു പ്രശ്നം നിലനിന്നിരുന്നു. അത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം അന്ന് പരിഹരിച്ചതായിരുന്നു. അതിൻ്റെ ഒരു പക തീർക്കൽ എന്നോണമാണ്, ഒരു പ്രതികാരം എന്നോണമാണ് ഇന്നലെ വീണ്ടും ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് എന്നുള്ള ഒരു പരാതിയാണ് വീട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. തലയ്ക്കും കണ്ണിനുമാണ് മുബീന് പരിക്കേറ്റിട്ടുള്ളത്. ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് മുബീൻ. പ്രജീഷ്. ശരി.